ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. ഓക്കെ, മൈൻക്രാഫ്റ്റിൽ ഞാൻ വരാൻ കുറച്ച് സമയം എടുത്തു. കാരണം വേറെ നല്ല ഞാൻ കുറച്ച് പണിയിലായിരുന്നു. അപ്പോൾ കുറച്ച് സമയം എടുത്തു വീഡിയോ ഒക്കെ ഇടാൻ. പിന്നെ ഞാൻ ഇവിടെ ഒരു അയൺ ഫാമൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അയൺ ഫാമൊക്കെ ഉണ്ടാക്കി ഇവിടെ കിടപ്പുണ്ട് അയൺ ഫാം. ഈ അയൺ ഫാമൊക്കെ ഉണ്ടാക്കി. ബട്ട് ഇതിൻ്റെ ഒരു വലിയ വീഡിയോ ഞാൻ എടുത്തു വെച്ചതാണ്. പക്ഷെ അവസാനം ഞാൻ ഇടാൻ പോയപ്പോൾ ഇടാൻ പറ്റുന്നില്ലായിരുന്നു, ഫെയിൽഡെന്ന് കാണിച്ചേ. പിന്നെ ഞാൻ അത് ഇടാനേ പറ്റിയില്ല. ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു വീഡിയോ റെക്കോർഡായില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ വീഡിയോ റെക്കോർഡായി, പക്ഷെ വീഡിയോ ഇടാൻ പറ്റിയില്ലായിരുന്നു. അത് 32 മിനിറ്റൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഞാനെന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ എപ്പിസോഡ് ഇങ്ങനെ റെക്കോർഡ് ചെയ്തങ്ങ് വെച്ചായിരുന്നേ. പിന്നെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു. ഇവിടെ 2 ഫ്ലെച്ചറിനെയും കൂടെ പിടിച്ചിരുത്തി കേട്ടോ. ഇപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ബോ മേടിക്കാം. ആദ്യം നമ്മുടെ ഞാൻ പുതിയ ആർമറിനെയൊക്കെ മേടിച്ചു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ബൂട്ട് കിട്ടും, പിന്നെ ഹെൽമെറ്റും കിട്ടുന്നുണ്ട്. ബട്ട് കുറച്ച് എമറാൾഡ് കൂടുതലേ ഉള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ 2 ഫ്ലെച്ചറിനെ എടുത്തു കേട്ടോ. ഒരു ഫ്ലെച്ചർ എനിക്ക് ആരോ മേടിക്കാനും ഒരു ഫ്ലെച്ചർ എനിക്ക് ബോ മേടിക്കാനും പറ്റിയാണ് വെച്ചത്. രണ്ടും ഒരുമിച്ച് കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ അങ്ങ് എടുത്ത് പിന്നെ നമ്മുടെ ആർമറൊക്കെ ഇവൻ്റെ നിന്നൊക്കെയാണ് മേടിച്ചത്. സോറി, നമ്മുടെ ആക്സൊക്കെ ഇവൻ്റെ നിന്നാണ് മേടിച്ചത്. ഓക്കെ, പിന്നെ നമ്മുടെ ആക്ഷൻസ് ആൻഡ് സ്റ്റഫ് ഉണ്ട്. ബട്ട് അതിടുവാണെങ്കിൽ വീഡിയോ ഭയങ്കര ഇതാവും. അങ്ങനെ പിന്നെയും വന്നിട്ടുണ്ട്. ഓക്കെ, നാളത്തെ ദിവസം നമുക്ക് നോക്കാം. നാളെ ചിലപ്പോൾ വെറൈറ്റി വല്ലതും കാണും. അത് എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നുള്ളത് നാളെ പറയാം. നാളെ പറയാം എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നുള്ളത്. നോക്കാം. ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് ഭയങ്കര കൂടുതലായിരിക്കും, എനിക്കറിയാം. ഫാൻ്റെ സൗണ്ടാണ്. ഫാന് ഭയങ്കര സൗണ്ടാണ്. കാറ്റിനേക്കാളും കൂടുതൽ സൗണ്ട് ഉണ്ട് ഫാനിന്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി പെട്ടെന്നായിട്ട് ഇന്ന് പിന്നെ നമ്മൾ ബേസിക് കുറേ പരിപാടി ഒപ്പിച്ച് വേറൊരു കാര്യം നടന്നു. ഞാൻ കാണിച്ചു തരാം അതെന്താണെന്ന്. നമ്മുടെ ബേസിനകത്തായിരുന്നു ഇതൊക്കെ ഞാൻ ഇട്ടെന്ന് തോന്നുന്നതേ. നമ്മുടെ നെതർ പോർട്ടൽ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടല്ലോ കഴിഞ്ഞ ദിവസം ഇട്ട് അതിൻ്റെ വീഡിയോ ആയിരുന്നെന്ന് തോന്നുന്നു, ഓർക്കുന്നില്ല. ഓക്കെ, നെതർ പോർട്ടൽ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ 3 പൂച്ച പിടിച്ചിരുത്തി. ലിക്കി മിക്കി പിന്നെ അകത്തൊരെണ്ണമുണ്ട്. ഇവൻ്റെ പേരെന്തോ ലിങ്കി എന്നായിരുന്നു ഇട്ടത്. അപ്പോൾ ഇങ്ങനെ 3 പേരെ പിടിച്ചിരുത്തി. ഇവിടെ ഒരു ഓട്ടോമാറ്റിക് ഫെർണൈസ് ഒക്കെ വെച്ചുള്ള ഒരു സാധനം സെറ്റാക്കി. ഓട്ടോമാറ്റിക്കായിട്ട് ഫുഡ് ഒക്കെ കുക്കായി വരുന്ന രീതിയിൽ ഒരു സാധനം സെറ്റാക്കി. ഇങ്ങനെ പറയുമ്പോൾ ഇതിനകത്ത് നമ്മുടെ ബാക്കി നമ്മുടെ സ്മെൽറ്റ് ചെയ്യേണ്ട ഐറ്റം കിട്ടണം. ഇത് വേറെ പെട്ടിയാണ് കേട്ടോ, ഇത് അയണിൻ്റെ പെട്ടിയാണ്. ഇതിനകത്ത് നമ്മുടെ 2 ആർമർ പീസ് ഇരിപ്പുണ്ട്. നമുക്ക് ഫുൾ ആർമർ ആയിട്ട് അത് ഇടാൻ. ഗൈസ്, അങ്ങനെ നമ്മൾ സംഭവം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. ഒരു സ്മെൽറ്ററായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം ഇത് എൻ്റെ തന്നെ ഡിസൈനാണ്. വേറെ ആരും ഉണ്ടാക്കിയ ഡിസൈനല്ല, ഇത് ഞാൻ ഉണ്ടാക്കിയ ഡിസൈനാണ്. ഇതിന് കുറേ ഹോപ്പറൊക്കെ ഏകദേശം വന്നു. ഭയങ്കര പാടായിരുന്നു ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അങ്ങനെ ഇത് ഉണ്ടാക്കിയൊക്കെ എടുത്ത് പിന്നെ ഞാനിവിടെ ഈ ഒരു ബിൽഡ് ഉണ്ടാക്കാൻ നോക്കി. ബിൽഡ് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു, പെട്ടെന്ന് തന്നെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. ബിൽഡ് ഈസി ആയിരുന്നു ഉണ്ടാക്കാൻ, വലിയ പാടൊന്നുമില്ല. ഒരു 5 മിനിറ്റിൽ തന്നെ ഉണ്ടാക്കി. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലപോലെ വർക്കാണ്. ഞാൻ ഇവിടെ എന്തോ ഫിനിഷ് വെച്ചായിരുന്നു, ഒന്നും വെച്ചിട്ടില്ല. പിന്നെ നിങ്ങളിപ്പോൾ ചോദിക്കും ഇതിൻ്റെ ഫ്യൂവൽ പെട്ടി എന്ന് പറഞ്ഞാൽ ഓരോ ഫെർണൈസിനും ഓരോ ഫ്യൂവലായിട്ടാണ് വെക്കാൻ പറ്റുന്നത്. ഒരു പെട്ടി വെച്ച് എങ്ങനെയാണ് 3 ഫെർണൈസിനും കൂടെ എടുക്കാൻ പറ്റുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ 3 പെട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. എനിക്കറിയത്തില്ല, അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കുന്ന ആ പെട്ടിയില്ലേ, അത് നമ്മൾ ഇതിൻ്റെ നേരെ മണ്ടയ്ക്കാണ് വെച്ചേക്കുന്നത്. കണ്ടോ, ഈ ഒരു ഇതുണ്ട്, ഈ ബ്ലാക്ക് സംഭവം അതിലോട്ട് നമ്മൾ നോക്കിയിട്ട്
നേരെ ജമ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ എന്ന് പറഞ്ഞാൽ ഇത് എവിടെ ആയാലും കുഴപ്പമില്ല, ജമ്പ് ചെയ്താൽ ക്ലിക്ക് ചെയ്യാം. ഈ മൈൻ കട്ടിൻ്റെ ഏറ്റവും ടോപ്പ് ചേച്ച് ആയാലും വർക്കാവും. ഈ ഒരു മിഡിലെ മൈൻ കാട്ടിൽ എവിടെയായിട്ട് നോക്കിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ വർക്കാവും ഇത്. ഓക്കെ, അങ്ങനെയാണ് ഇപ്പോൾ സെറ്റ് ആക്കിയേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിൽഡ് വലുതായിട്ട് വലിയ കാര്യമൊന്നുമില്ലാത്തൊരു ബിൽഡാണ്, ചെറിയ ബിൽഡ്. ഈ ഭാഗത്തൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട. ഇത് ഞാൻ പൊട്ടിച്ചെടുക്കാൻ മറന്നു പോയതാണ്. ഓക്കെ, ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം എൻ്റെ പിക്കാക്സ് ഇവിടെ പൊട്ടാറായി. ഞാൻ ഒരു സൗണ്ട് കേട്ട് ജൂമിനകത്തുനിന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സൗണ്ട് കൂട്ടി കേട്ടത്, മറ്റേ കേവിൻ്റെ സൗണ്ടൊക്കെ പോലെ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഇതുണ്ടാക്കിയിട്ടുണ്ട്. ഇത് നല്ല പാടായിരുന്നു എന്ന് ചോദിച്ചാൽ പാടൊന്നുമില്ല. ഈ ഒരു ഞാൻ തന്നെ ഉണ്ടാക്കിയതായതുകൊണ്ട് കുറച്ച് പാടായിരുന്നു, അത്രേ ഉള്ളൂ. എൻ്റെ പിക്ചേഴ്സ് പകുതിയായി കേട്ടോ. എൻ്റെ സ്റ്റാഫിനെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചു, ഒക്കെ തിരിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്നാണ് ചിലപ്പോൾ 2 വീഡിയോ ഒക്കെ വരും. സാധ്യതയുണ്ട്, പറയാൻ വേണ്ടി ചിലപ്പോൾ 2 വീഡിയോ ഒക്കെ വരും. അപ്പം ഞാൻ എന്തായാലും നോക്കണം. അടുത്ത എപ്പിസോഡ് ഒരു വെറൈറ്റി എപ്പിസോഡ് ആയിരിക്കും, എന്തായാലും ഞാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. അടുത്തൊരു നല്ല എപ്പിസോഡായിട്ട് തന്നാലേ. ബൈ ബൈ ഗൈസ്. അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഹാർണറൊക്കെ ആക്കിയിട്ടുണ്ട്. വീഡിയോ വരെ താമസിക്കുന്നൊക്കെ ഉണ്ട് ഇപ്പം, സോറി, ക്ഷമിക്കുക. പിന്നുള്ള കാര്യം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വലിയതായിട്ടൊന്നും ചെയ്യാനില്ല. ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ട് വന്നതല്ല, എനിക്കൊരു പ്ലാനിങ് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ട് വന്നതല്ല, ചുമ്മാ വീഡിയോ ഇടാതെ ഇരുന്നപ്പോൾ ഇട്ടതന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു വീഡിയോ കൂടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് ചിലപ്പോൾ വരുമായിരിക്കും. യോ വേണ്ട അടങ്ങിയിരുന്ന് ആ ലിങ്ക് ഇവിടെ വിടാം. ഓക്കെ, ഇവിടെ എന്ത് കണ്ട. അപ്പം ഞാൻ വിചാരിച്ച ഇപ്പം എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ലേ, അതാണ് ഫസ്റ്റിൻ്റെ കാര്യം. ഈ സെറ്റപ്പ് ഫുള്ള് നമുക്കൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് വെളിയിലോട്ടൊന്ന് പണിയാൻ കഴിയും. ഇത് അകത്തിരിക്കുന്നത് നല്ലതാണ്, ബട്ട് നമുക്ക് ഇതെല്ലാം വെളിയിലോട്ട് പണിയാം. ഇത് ചിലത് മാത്രമേ എൻ്റെ കയ്യിലോട്ട് വരൂ, ബാക്കിയെല്ലാം ഹോപ്പറിലോട്ട് പോകും. പറഞ്ഞില്ലേ അതിനകത്ത് കുറച്ച് കോൾ ഇരിപ്പുണ്ടായിരുന്നു. ആ കോള് ഇത് പൊട്ടിക്കല്ലേ, ഇത് മാത്രം പൊട്ടിച്ചാൽ മതി. ഓക്കെ, നമുക്കിപ്പോൾ തന്നെ നമ്മുടെ ഐറ്റംസ് ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് ബാക്കി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നാൽ മതി. കോബിൾ സ്റ്റോണിന് പകരം ഞാൻ എടുക്കാൻ പോകുന്ന വേറൊരു ബ്ലോക്ക് എടുക്കാം. കോബിൾ സ്റ്റോൺ എടുത്ത് ഇവിടെ വെച്ചിട്ട് ബ്രിക്കുണ്ട്. ഓക്കെ, 49 ഒന്നുകൂടെ ഉണ്ടാക്കാം. 19 ഇല്ലല്ലോ, ബ്രിക്ക് എവിടെ? അയ്യോ പൊട്ടൻ. ഓക്കെ, 50 ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ കുറച്ച് ലാവൺ മതി. ഓക്കെ, നമുക്കിനി നേരെ പോവാം. എന്നിട്ട് ഇവിടെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതാ വരുന്നത്.